ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രജീസ് കിച്ചൻ. ഇന്ന് നമ്മൾ ക്രഡോണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രഡോണിലെ ഓണ പ്രോഗ്രാമിന് പോവുകയാണ്. ചേട്ടൻ്റെ ഒരു പ്രോഗ്രാമും കൂടെ ഉണ്ട്. ചേട്ടൻ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. അതിൽ ചെറിയൊരു വേഷം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരും. നാടകത്തിൻ്റെ പേര് വേലിത്തമ്പി തിളവ എന്നാണ്. പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിക്കുന്നതാണ്. ഹലോ ചേട്ടാ. ആജൂട്ടനും ഉണ്ട്. ചേട്ടനും ഞാനും ആജൂട്ടനും കൂടെയാണ്. ആജൂട്ടൻ ഇനി നമ്മളങ്ങ് എത്തണമെങ്കിൽ 42 മിനിറ്റും കൂടെ ഉണ്ട്. റോഡിന്റെ മധ്യത്തൂടെ ഇതാണ് നമ്മൾ പോണ പ്രോഗ്രാമിൻ്റെ ടിക്കറ്റാണിത്. പൊന്നോണം. മധു ബാലകൃഷ്ണൻ, ജുവൽസിന്, ഗോകുലാൻ ടീമിൻ്റെ ഗാനമേളയുണ്ട്. അതെല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കാം. റോഡിൽ തന്നെ പാളം കണ്ട, അതിവിടെ ട്രാമുണ്ട്. ട്രാമിൻ്റെ പാളമാണത്. ഇവിടെയാണ് ക്രോസിംഗ് ആണ്. അയ്യോ, കാണാൻ പറ്റില്ല അല്ലേ, പോയി. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാർ പാർക്കിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ചുറ്റുന്നുണ്ട്. അവിടെ ഇങ്ങനെ പേ ചെയ്യുന്നത് നോക്കാനായിട്ട് പോവുകയാണ്. ആജ് അജൂട്ടും നല്ല കുട്ടപ്പനായിട്ടൊക്കെ നിൽക്കുകയാണ്. അച്ഛൻ്റെ പ്രോഗ്രാമൊക്കെ കാണാനായിട്ടൊക്കെ നിൽക്കുക. കാണാൻ വന്ന പ്രോഗ്രാമിൻ്റെ ഡാൻസ് ടീച്ചറാണത്. നമ്മളെ ശങ്കർ സാറിൻ്റെ വൈഫാണ്. ടീച്ചർ ഞാൻ ജസ്റ്റ് ഇവരെ ഒരുങ്ങുന്ന ഡാൻസിൽ ഒരുങ്ങുന്നതാണ് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ശ്രീജ ശ്രീജയുടെ മോളാണ്. അതെ, നമ്മളെ ഫ്രണ്ടാണ്. ഇനി ഞാൻ ഡാൻസിന് ചിത്രലക്ഷ്മി. ഈ ഒരു പേര് നിങ്ങൾക്ക് വളരെയധികം സുപരിചിതമാണെന്ന് വിശ്വസിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഫോക്ക് ആൻഡ് കോണ്ടംപററി ഡാൻസസിലൊക്കെ പ്രാവീണ്യം നേടി ഒരു നാട്യമയൂരത്തിന്റെ കീഴിൽ അഭ്യസിച്ച ഈ ഒരു ഡാൻസ് പെർഫോമൻസിന് മികവേറും. ചിത്രലക്ഷ്മി ടീച്ചറിന്റെ സ്റ്റുഡൻസ് നിരവധി TV ചാനൽസിലും ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും സംഗീത ഓഫ് UK ചിത്രലക്ഷ്മി ടീച്ചറിനും ഒക്കെ പ്രൗഢിയുടെ ആ ഒരു ലെവല് കൂട്ടാൻ വേണ്ടിയിട്ട് വേദിയിലേക്ക് ഒരു ഫ്യൂഷൻ ഡാൻസ് ആണ് അടുത്തായിട്ട് സ്റ്റേജിൽ വരാൻ പോകുന്നത്. Ladies and gentlemen, up next we
fusion dance by the Sangeet of UK under the mastery of Chitralakshmi teacher. വേദിയിലേക്ക് കേൾക്കാൻ പോകുന്നത് ലെനയ ജോർജ്. ഇവിടെയാണോ സുഖം? അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി, തമ്പുരാൻ എല്ലാ വർഷവും ഒരിക്കലും ഇനി അടുത്ത തവണ അല്ലെങ്കിൽ ഇത്തവണ വരുമ്പം 5 വർഷം നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ PR ആകാം. വേണ്ട, പാതാളത്തിലെ സിറ്റിസൺഷിപ്പ് മതി. ഞങ്ങളെല്ലാവരും ഇവിടെയുള്ള മക്കളൊക്കെ തമ്പുരാന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഒരു ഓണ ആശംസകളും ഒക്കെ കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുകയാണ്. അതും കൂടെ പറഞ്ഞിട്ട് തിരിച്ച് പാതാളത്തിലേക്ക് പൊക്കോളൂ. എല്ലാവർക്കും നന്മകൾ തരുന്ന എല്ലാവർക്കും നല്ല ദിനങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച് മഹാബലി തമ്പുരാൻ. അപ്പം അടുത്ത വർഷം അദ്ദേഹത്തെ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ അദ്ദേഹത്തിന് വലിയൊരു യാത്രയൊക്കെ നമ്മൾ നൽകാറ്. ഇനി സ്റ്റേജിലേക്ക് അരങ്ങേറാൻ പോകുന്നത് വലിയൊരു ആമുഖത്തിന്റെ ഒന്നും ആവശ്യമില്ല. സ്റ്റേജിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ആംബിയൻസ് കാണുമ്പോൾ മനസ്സിലാവും അല്ലെ എന്താണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. പെട്ടെന്ന് ഒരു 2 വാക്ക് പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്റ്റേജ് ഈ ഒരു കലാകാരന്മാർക്ക് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. വാദ്യനാദങ്ങൾ കൊണ്ട് മാന്ത്രികം തീർക്കുന്ന ശ്രീ വിനോദും അദ്ദേഹത്തിന്റെ ടീമായ നവോദയയും ചേർന്നിട്ട് ഒരു ചെണ്ടമേളമാണ് ഈ ഒരു സ്റ്റേജിൽ ഇനിയും അടുത്തായിട്ട് അരങ്ങേറാൻ പോകുന്നത്. വിനോദേട്ടനെ എനിക്ക് വളരെയധികം വർഷങ്ങളായിട്ട് അറിയാം. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ നവധാര സ്കൂൾ ഓഫ് മ്യൂസിക്കും ഒക്കെ വളരെയധികം സുപരിചിതമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ ചെറുപ്പകാലത്ത് തന്നെ മൃദംഗം എന്ന വാദ്യോപകരണത്തിൽ ആരംഭിച്ച് പിന്നീട് ചെണ്ട എന്നുള്ള പെർക്കഷൻ ഇൻസ്ട്രുമെന്റിലും അദ്ദേഹം പ്രാവീണ്യം തെളിയിച്ചു. ഇപ്പോൾ ചെണ്ട ഒരു 200-ലധികം കുട്ടികൾക്ക് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. He is hailed as a teacher whose commitment to teaching is described as impeccable by his students. Vinod is also a versatile talent who is so privileged to perform as an accompanying artist for several renowned Indian musicians. അദ്ദേഹം ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ചെണ്ട മേളത്തിലെ വിദ്വാനായ നമ്മുടെ ജയറാമേട്ടനെയൊക്കെ ഈ ഒരു യുകയുടെ മണ്ണിൽ കൊണ്ടുവന്നു. ഒട്ടും താമസിക്കാതെ തന്നെ അതിൻ്റെ ഒരു പാർട്ട് 2 നമുക്ക് പ്രതീക്ഷിക്കാം. As an accompanying artist, he is at ease with different styles, synchronizing and perform in perfect harmony and anticipation. He is currently teaching Chenda in Sangeeta of UK also. So Sangeeta of UK-ലും അദ്ദേഹത്തിന്റെ ചെണ്ട ലെസൺസ് ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞ് കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു ചെണ്ടമേള പെർഫോമൻസ് നമ്മൾ ഇനി നേരിട്ട് കാണാൻ പോവാണ്. Over to Vinod and his wonderful team of Navadara. Sit back, enjoy and relax.
Thank you.
തദിമിത കിട തക തക തദിഗിണ ത്വം താരിദജം തജം തദിത തദിമിത കിട തക തക തദിഗിണ ത്വം താരിദജം തജം തദിത തദിമിത കിട തക തക തദിഗിണ ത്വം താരിദജം മനോഹരം. രാമേശ്വരത്ത് നിന്നും തിരികെ നാം മടങ്ങും വഴി ഈ കൊക്കാത്തോട് കാട്ടിനുള്ളില് നാടോടികൾ നമുക്കായി ഒരു കലാവിരുന്ന് ഒരുക്കിയിരിക്കുന്നു. ഹായ്, ഇത് നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കണു. തിരുവിതാംകൂറിന്റെ അതിരിനപ്പുറവും നമ്മെ സ്നേഹിക്കുന്നവർ ഉണ്ട് എന്ന അറിവ് നമുക്ക് വല്ലാത്ത ആനന്ദം ഉണ്ടാക്കണു. അറിയുന്നത് കഴകക്കാരനോ ശേവകമോ അല്ല, വഞ്ചിനാട്ടിൽ പത്മനാഭദാസൻ കാർത്തിക തിരുനാൾ തമ്പുരാനാണ്. അമാന്തമെന്ന് ആരംഭിക്കാൻ ഇത് ആരംഭിക്കുകയാണ് മക്കളെ. Support Veerasambi in an unnecessary situation. Mr. Lopeshwari, with due respect and obedience, I don't want to give an answer to a message. I will be sending now back into the government agency. Hope you understand. കലാപമൊക്കെ അവസാനിച്ചല്ലോ അല്ലേ? സുഖമായിരിക്കുന്നുവോ? സുഖവിവരം അന്വേഷിച്ചതിൽ നന്ദി. അങ്ങ് വിളിപ്പിച്ച കാര്യം പറയും. ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലിയുണ്ട്. I have also commitments. Cut the crap and straight to the point. നിങ്ങളുടെ തിരുവിതാംകൂർ ഇതുവരെ നൽകിയിരുന്ന കപ്പം 4 ലക്ഷം വീതമായിരുന്നു. അത് നിങ്ങളുടെ സഹായം വേണം. Don't make no problems on that, okay? ഓഹോ, അതിനുവേണ്ടിയായിരിക്കും ഞാൻ ആവശ്യപ്പെടാതെ തന്നെ ഇംഗ്ലീഷ് സൈന്യത്തെ അയച്ച് എന്നെ സഹായിച്ചത്. ബുദ്ധിയുണ്ട്. ശങ്കരനാരായണൻ ചെട്ടി, മഹാരാജാവ് ബാലരാമവർമ്മ ഏതു നിമിഷവും ദർബാറിലെത്തും. നോം ഓർമ്മിപ്പിച്ചതൊക്കെ നിശ്ചയമുണ്ടല്ലോ. എല്ലാമേ ജ്ഞാപകം എനിക്ക് ജയന്തനിക്കാണ്. അയ്യാ പൊയ്യാന്നൊന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടത്തിന് വള്ളച്ചെടുക്കാം. പക്ഷേ അത് അസാധ്യമെன்ற ഒരു നിലവ് നമ്മൾ സൂക്ഷിക്ക വേണം. ചെട്ടി ഒന്നുകിൽ തമിഴിൽ സംസാരിക്കുക, ഇല്ലെങ്കിൽ മലയാളത്തിൽ സംസാരിക്കുക. ഇതിപ്പോ രണ്ടും കുഴഞ്ഞ ഭാഷയില്. അതുപോലെ കൈയിട്ട് വാരാനും കൈക്കൂലി വാങ്ങാനും നമ്മൾ ഒരുമിച്ചല്ലേ നിന്നത്. എന്നിട്ടിപ്പോ സൂക്ഷിക്കണമെന്ന് പറയാൻ മാത്രം എതുക്കെന്ന് തെരിയില്ല. എനക്കൊരു ഭയം. ഈ ദളവ ജയന്തൻ നമ്പൂതിരി ഉള്ളപ്പോ നിനക്ക് എന്തിനാ ചെട്ടി ഭയം? അതല്ല ദളവയ്യ, ആൾക്കാരിൽ നിന്നും നമ്മൾ കൈക്കൂലി ലഞ്ചമാ വാങ്ങുന്നതും രാജഭണ്ഡാരത്തിൽ നിന്നും പണം തിരിടുന്നതും ഒരുവേള
ராஜாவுக்கு தெரியுமோ என்று பயம். രാജാവിന് ഒരു പോയിലേക്ക് മനസ്സിലാവില്ല. ഉണരുക, ഉണ്ണുക, സുഖിക്കുക, ഉറങ്ങുക, ഇതല്ലാണ്ട് അയാൾക്കൊന്നും അറിയില്ല. ഇതിപ്പോ ആരോ രാജാവിനെ എരിയേറ്റിയത് കൊണ്ടാ നമ്മളെ ഒരുമിച്ച് കാണണമെന്ന് പറഞ്ഞത്. ശ്രീപത്മനാഭദാസ വഞ്ചിബാല അശ്വതി തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ദർബാറിലേക്ക് എഴുന്നള്ളുന്നു. വരുന്നുണ്ട്. കണ്ണുകളിലെ ഭയം മാറ്റി പ്രസാദത്തോടെ നീക്ക് ചെട്ടി ചിരിച്ചു നിൽക്കാൻ. ചീനൻ സുഗന്ധദ്രവ്യങ്ങളിട്ട് കാച്ചിയ മധുനുകരണം, അലങ്കരിച്ച അറപ്പുരകളിൽ ആഗ്രഹിച്ച തനുക്കളിൽ ആവോളം ജീവിതം ആഘോഷിക്കണം. അതിനിടയിൽ രാജ്യഭരണത്തിന്റെ തലവേദന താങ്ങാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഭരണകാര്യങ്ങൾ നിറവേ നിങ്ങളെ ഏൽപ്പിച്ചത്. നമുക്കിത്തിരി സ്വസ്ഥതയ്ക്കായി. എന്നിട്ടിപ്പോ നിങ്ങളെയും സിബന്ധികളെയും കുറിച്ച് പരാതികളോട് പരാതിയാണല്ലോ ചെയ്യുന്നത്. നമ്പൂതിരി ആരാണ് തമ്പുരാനെ പരാതിക്കാൻ? ആലപ്പുഴയിലെ കച്ചവടക്കാർ, കായംകുളത്തെയും കുണ്ടറയിലെയും കർഷകർ, പടിഞ്ഞാട്ട് നിന്നുള്ള മുക്കുവർ. അവിടുന്ന് കൊടുക്കണം. ആലപ്പുഴയിലെ കച്ചവടക്കാരോട് രാജ്യത്തിനായി ലാഭവിഹിതത്തിന്റെ 1% തരാൻ പറഞ്ഞത് കൊണ്ടുള്ള ദേഷ്യം തീർത്തതാണ്. അത് നാം അറിഞ്ഞില്ല. കുണ്ടറയിലെ കർഷകരിൽ ചിലർ മഹാരാജാവ് പൊന്നു തമ്പുരാനെയും രാജ്യത്തെയും മതിപ്പില്ലാതെ സംസാരിച്ചു എന്ന് കേട്ടപ്പോ വിളിച്ചു വരുത്തി ഒന്ന് ശകാരിച്ചു. അതാ അവരുടെ പക. ശിവ, അതും നാം അറിഞ്ഞില്ല. അപ്പൊ മുക്കുവരോ? മുക്കുവരിൽ നിന്ന് കാശ് പിരിച്ചു എന്നത് നേരെ തന്നെ. പക്ഷേ അത് ക്ഷാമകാലത്ത് തിരികെ ഈ രാജ്യത്തിന്റെ സകലയിടത്തും ശ്രദ്ധയെത്തുന്നുണ്ട് തമ്പുരാൻ. ഈ നിസ്സാര കാര്യമൊന്നും അറിയിച്ച് അങ്ങയെ വിഷമിപ്പിക്കരുതല്ലോ എന്ന് മാത്രമേ കരുതിയുള്ളൂ. മതി, ഇനിയും അങ്ങനെ തന്നെ മതി. രാജ്യകാര്യങ്ങളുടെ സമ്മർദ്ദം നമുക്ക് ഇഷ്ടമില്ല. അത് നിങ്ങളും കൂടെയുള്ളവരും മേലിലും നോക്കിക്കൊണ്ടാ മതി. ഹായ്, ഇതെന്താ ഇയാളെ നടുവിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വളഞ്ഞു തന്നെ നിൽക്കണു. വെറുതെ നിൽക്കണോ ചെട്ടി? മൊത്തത്തിൽ രാജ്യഭരണം എങ്ങനെ പോണു? കേമായിട്ട് പോണ്ടേ? അങ്ങനെ കേമായിട്ട് പോട്ടെ. നമ്മ ബുദ്ധിമുട്ടിക്കാതെ എല്ലാം കേമായിട്ട് തന്നെ നടക്കട്ടെ. ജനമേ, കോശക്കാരുടെ കൂട്ടത്തിൽ ഒരു പുതിയ പെൺമണിയെ കണ്ടു. വലിയ കണ്ണുകളും മൂക്കുത്തി പോലെ ഒരു മറകുമുള്ള. പേരെന്താ അവളുടെ? അന്വേഷിച്ചുടനെ അറിയിക്കാൻ തമ്പുരാൻ. വേഗായിക്കോട്ടെ. ഇടോ ചെട്ടി, പക്കല ശങ്കരനാരായണൻ ചെട്ടി, താൻ എന്താണോ പറഞ്ഞത്? തിരുവിതാംകൂർ രാജ്യം നമ്മുടെ ഇഷ്ടത്തിന് വളച്ചെടുക്കാൻ അസാധ്യമാണ്, സൂക്ഷിക്കണമെന്നല്ലേ? ഇപ്പോഴോ ഇന്ന് ഈ ദളവാജയന്തം നമ്പൂതിരി നിശ്ചയിക്കുന്നതാണ് തിരുവിതാംകൂറിൽ നിയമം. നോം നിരൂപിക്കുന്നതാണ് തിരുവിതാംകൂറിൽ ന്യായം. സംശയമുണ്ടോ ചെട്ടിക്ക്? സംശയമുണ്ടോന്ന്? எங்களுக்கு இப்போ ஒரு சந்தேகமும் கிடையாது திலவையா. உங்கள் மிகப்பெரிய புத்திசாலி. ராஜாவை மட்டுமல்ல, இந்த ராஜ்யம் மொத்தமே உங்கள கைவെള്ളയിൽ இருக்கு. ഇനി ഈ രാജ്യം നമ്മൾ ഭരിച്ചടുക്കും. വലിയ മേലെടുത്തു പിള്ളയായി ധനാഗമന ഉപദേശകനായി മാത്തൂത്തലങ്ങ. നിങ്ങൾക്ക് മുകളിൽ എല്ലാം ഭരിക്കാൻ ഈ ജയന്തൻ നമ്പൂരി. എന്റെ തലയ്ക്ക് മുകളിൽ നിരങ്ങാൻ നാം ആരെയും അനുവദിക്കില്ല. മഹാരാജാവിനോട് നമ്മെ പറ്റി പരാതി കൊടുത്ത ആലപ്പുഴയിലെ ആ കച്ചവട പ്രമാണിയെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഹാജരാക്കുക. അധികാരമുള്ള നമ്മൾ പലതും ചെയ്യും. അതൊക്കെ രാജാവിനെയും മടിശീലകാര്യക്കാരെയും അറിയിക്കാൻ നിന്നാൽ അത് നോം അനുവദിച്ചു കൊടുത്താൽ എന്താവും കഥ? അപ്പൊ നീയാണ് മഹാരാജാവിനോട് നോം കൈക്കൂലി വാങ്ങുന്നെന്നും അമിതമായി കരം പിരിക്കുന്നെന്നും പരാതി കൊടുത്തത്. പറയടാ, നീ ചെയ്തതിൽ നിനക്ക് എന്ത് ന്യായമാണ് പറയാനുള്ളത്? നിന്നെ ശിക്ഷിക്കാതിരിക്കാൻ എന്ത് കാരണമാണുള്ളതെന്ന് പറയും. അയാളുടെ വാ മൂടിയിരിക്കുക.
എനിക്കറിയാം അവനൊന്നും പറയാൻ കഴിയില്ലെന്ന്. അറിഞ്ഞോണ്ടാ ചോദിക്കുന്നത്. ദളവ ചോദിച്ചിട്ട് മറുപടി ഒന്നും പറയാത്ത സാഹചര്യത്തിൽ നിയമപ്രകാരം ഇവന് ശിക്ഷ നൽകാം. സേവക, ഇവൻ രാജദ്രോഹം ചെയ്തിരിക്കുന്നതായി ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇരു കൈകളും മുറിച്ചു മാറ്റി ശേഷിക്കുന്ന ഭാഗം തിളച്ച വെളിച്ചെണ്ണയിൽ മുക്കിവിടൂ. ആവശ്യപ്പെട്ടതിന് പ്രകാരം മണ്ഡപത്തും വാതുക്കലെ കാര്യക്കാർ തലക്കുളത്ത് വേലുത്തമ്പിയൊന്ന് കാണാനെത്തിയിട്ടുണ്ട്. വരാൻ പറയൂ. அந்த டிசைனை வேலுத்தம்பி இங்க வர வச்சது? അവരോട് കുരുമാനം കൊടുത്ത് വരാൻ ആവശ്യപ്പെട്ടത് നോം തന്നെ. പറഞ്ഞുറപ്പിച്ച തീയതി കഴിഞ്ഞിട്ടും അവന്റെ കീഴിലുള്ള പ്രദേശത്തിന്റെ വർദ്ധിപ്പിച്ച കരം എത്തിയിട്ടില്ല. നോം പറഞ്ഞില്ലേ ശങ്കരനാരായണൻ ചെട്ടി, സമയത്ത് ചെയ്യേണ്ടത് സമയത്ത് തന്നെ ചെയ്യണമെന്ന്. ദളവ തിരുമേനിക്ക് വണക്കം. തലക്കുളത്ത് വേലായുധൻ തമ്പി, അതാണ് മുഴുവൻ പേരല്ലേ? അല്ല, തലക്കുളത്ത് വലിയ വീട്ടിൽ കുഞ്ഞുമായി ഇട്ടിപ്പുള്ള മകൻ ചെമ്പകരാമൻ വേലായുധൻ തമ്പി, അതാണ് മുഴുവൻ പേര്. നിഷേധിയാണല്ലേ? അല്ല, കാര്യക്കാരാണ്. ഒരു കുരുമാനം കൊടുത്തയച്ചിരുന്നു, കിട്ടിയിരുന്നു. എന്തു മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല. മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ദളവ ജയന്തൻ നമ്പൂതിരി അദ്ദേഹം കൽപ്പിച്ച പ്രകാരം ഏത്തിയ കരം അപ്പടി എത്തിക്കാത്തത് കൊണ്ട് വിളിച്ചു വരുത്തിയതാണ്. ഇപ്പോ മനസ്സിലായോ? ഇപ്പോൾ ഒട്ടും മനസ്സിലാവുന്നില്ല. എന്റെ മേൽനോട്ടത്തിലുള്ള മണ്ഡപത്തും വാതിൽക്കിൽ നിന്നും അടയ്ക്കാനുള്ള കരം മുഴുവൻ അണച്ചക്രം കുറയാതെ അടച്ചിട്ടുണ്ട്. ഒരു ദമ്പടി കാശ് പോലും മുടക്കുന്നില്ല. ശേഷം എന്തിനീ കുറി അയച്ചതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാന്നോ? രാജ്യത്തിന്റെ ഖജനാവിൽ ക്ഷാമമാണ്. വികസന കാര്യങ്ങൾക്കൊന്നും പണമില്ല. എല്ലാ കാര്യക്കാരും അവരവരുടെ കീഴിലുള്ള പ്രദേശത്തിന്റെ പതിവ് കരത്തിന് പുറമെ അധിക കരം അടയ്ക്കാൻ നോം കൽപ്പിച്ച് നീട്ടയച്ചിരുന്നു. മറ്റെല്ലാവരും തന്നു. വേലുത്തമ്പിക്ക് മാത്രം എന്താ കിരീടവും മുമ്പുണ്ടോ? കൊമ്പും കുഴലും ഒന്നുമില്ല ദളവന്റെയും. അന്നന്നത്തെ അന്നത്തിനായി വേർപ്പിൽ ചോര പൊടിഞ്ഞ് വേല ചെയ്യുന്ന പാവങ്ങളാണ് എന്റെ നാട്ടുകാർ. കപ്പവെന്നും കരവെന്നും പറഞ്ഞ് കഴിയുന്നതിലധികം അവരിൽ നിന്നും തിരിച്ചു നൽകുന്നു. ഇത് കൂടുതൽ ആ പാവങ്ങളെ കഴിഞ്ഞാൽ നിണമല്ലാതെ മറ്റൊന്നും പൊടിയുകയില്ല. അപ്പാവി മക്കൾക്കിட்ட കാശില്ലെങ്കിൽ കാര്യക്കാരായി നീ തന്നോ അന്ത കാശ്? എങ്ങനെ? എപ്പടിയും കട്ടോ മോട്ടിച്ചോ എപ്പടിയും. അല്ലെങ്കിൽ നിനക്ക് അധികാരമുദ്രയില്ലേ? അത് കാട്ടി വിരട്ടി വാങ്ങണം കാശ്. രാജ്യത്തിന് കാശ് ആവശ്യം. കട്ടും മോഷ്ടിച്ചും പാവങ്ങളിൽ നിന്ന് പിടിച്ചു പറിച്ചും കാശ് നൽകാൻ എനിക്ക് കഴിയില്ല. എനിക്ക് ആ വിദ്യ വശമില്ല. എല്ലാ അംശവും ദേശവും ഇതുവരെ നൽകിയ കരങ്ങളുടെ കണക്കും രാജ്യത്തിന്റെ കടത്തിന്റെ കണക്കും വെളിപ്പെടുത്തണം. കുറവുണ്ടെങ്കിൽ അപ്പോൾ ആലോചിക്കാം. പിന്നല്ലാതെ ബഹുമാനപ്പെട്ട ദളവയും നിങ്ങളും അധികാരമേൽക്കുമ്പോൾ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. 3 മാസങ്ങൾ കൊണ്ട് രാജ്യത്തെ സമ്പൽ സമൃദ്ധമാക്കിയില്ലെങ്കിൽ തങ്ങളെ തിളച്ച എണ്ണയിലിട്ട് മുക്കിക്കൊള്ളുമെന്ന്. കൊല്ലം ഇത്രയായി. രാജ്യം കടത്തിൽ നിന്നും കടത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇല്ലാത്ത കണക്കുകളും മനം മയക്കുന്ന കപട വാഗ്ദാനങ്ങളും കൊണ്ട് എത്ര നാൾ? എതിർക്കുന്ന ദേശങ്ങളെ സൈന്യത്തെ കൊണ്ട് അടിച്ചമർത്തി എത്ര നാൾ? പട്ടിണിപ്പാവങ്ങളിൽ നിന്നും പിടിച്ചു പറിച്ച് എത്ര നാൾ? കഥാവിളയാട്ടം നടത്താതെ കലന്തത്ത് പോടാ മാനം കേട്ടോനെ. നമ്മൾ കാശല്ലേ ചോദിച്ചുള്ളൂ. നിന്റെ ദേശത്തെ പെൺകളെ ഒന്നും ചോദിച്ചില്ലല്ലോ. ഇനി അതും ചോദിക്കും. മാനം കെട്ട നായ. ഞാൻ കാര്യക്കാരായിരിക്കുന്നിടത്തെ പെണ്ണുങ്ങൾ എന്റെ സഹോദരിമാർ. അവരെ പറഞ്ഞാൽ കരമടക്കുകയല്ല, നിന്റെ തലയെടുക്കുകയാണ് ചെയ്യുക. അത്രയ്ക്ക് ധിക്കാരമോ നിനക്ക്? ദളവ ജയന്തൻ നമ്പൂതിരിയുടെ വലിയ മേലെഴുത്ത് പ്രതിയുടെ മുഖത്തിന് നേരെ കയ്യോങ്ങുന്നോ? മതി നിന്റെ ഭരണം. തലക്കുളത്ത് വേലുത്തമ്പി അധികാരമുദ്ര ഊരി വെച്ച് മടങ്ങിക്കോ. അതല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ് 20,000-ന് പകരം 30,000 പണം കരമായിക്കൊണ്ട് അടയ്ക്ക്. അത് സാധ്യമല്ല. ആരുടെ? ഈ വേലുത്തമ്പിയുടെ അധികാരമുദ്ര അയച്ചെടുത്ത് തിരിച്ചു വിടുക. മകനെ വേലുത്തമ്പി, അമ്മ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കുക. കൊല്ലാൻ വരുന്ന വ്യാപനത്തോട് നിരായുധനായി കോർത്തു മരിക്കുന്നത് പ്രേമത്വമല്ല, മണ്ടത്തരമാണ്. കരവാൾ ജയിക്കാത്തിടത്ത് കൗശലം കൊണ്ട് ജയിക്കണം. എനിക്ക് ഒരാഴ്ച സമയം തരും. ദളവത്തിൽ പറഞ്ഞ കരമടയ്ക്കാൻ
വഴി എന്തെന്ന് ആലോചിക്കട്ടെ. അതും എടുക്ക്, അതാണ് എടുക്ക്. അങ്ങനെ വഴിക്ക് വാ. ഞാനും ക്ഷമിച്ചിരിക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കണം. അതെ, ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമാക്കിയിരിക്കും. തലക്കുളത്ത് വേലുത്തമ്പിയാണ് പറയുന്നത്. പൊന്നോണം 2023 സംഗീത ഓഫ് ദ UK KCWHL നടത്തുന്ന ഈ പ്രോഗ്രാമിൽ ഒരിക്കൽ കൂടി ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയർ, ഹാവിങ് മീ ഹിയർ. ഇങ്ങനെ ഒരു ഫുൾ ഹൗസ് ആയിട്ടുള്ളൊരു ഷോ കാണുമ്പോൾ പ്രത്യേകം സന്തോഷം. പിന്നെ ഓഫ് കോഴ്സ് കുറേ നാൾ കൂടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട കലൈമാമണി മധുചേട്ടനോടൊപ്പം ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഓൾസോ ദ വെരി വെരി ടാലൻറ്റഡ് ഗോകുൽ. ഒരുപാട് സന്തോഷം. ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകൾ, ലെറ്റ്സ് മേക്ക് ദിസ് എ കംപ്ലീറ്റ്ലി മ്യൂസിക്കൽ ഈവനിങ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകൾ, പഴയ പാട്ടുകൾ, പുതിയത്, കുറച്ച് മെലഡീസ്, കുറച്ച് ഫാസ്റ്റ് സോങ്സ് എല്ലാം കൂടി കോർത്തിണക്കി ഒരു നല്ലൊരു മ്യൂസിക്കൽ നൈറ്റ് ഞങ്ങൾ സിംഗേഴ്സും നമ്മുടെ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന മ്യൂസിഷ്യൻസ് എല്ലാവരും കൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആൻഡ് ഐ ഹോപ്പ് ഇവിടെ നമുക്കൊരു ഇൻഫോർമൽ സെറ്റിംഗ് ആക്കാം. ആരും മസിൽ പിടിച്ച് കൈയടിക്കാതെ ഇരിക്കരുത്. എല്ലാവരും സന്തോഷത്തോടെ അതാ ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കിത് മതിയല്ലോ, എന്തിനാ വലിയ ഫോർമാലിറ്റി ഒക്കെ. നമ്മളിവിടെ പാട്ട് ആസ്വദിക്കാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. സോ ലെറ്റ്സ് ഓൾ ബി വൺ ബിഗ് ഫാമിലി ടു നൈറ്റ് ആൻഡ് ഹാവ് എ ഗുഡ് ടൈം. അപ്പം എന്തായാലും അടുത്ത ഗാനം ഞാൻ പാടുന്നത്, ഇത് ഞാൻ എൻ്റെ എല്ലാ വേദികളിലും പാടുന്ന പാട്ടാണ്. ബിക്കോസ് എനിക്ക് പേഴ്സണലി ഈ പാട്ടിനോട് ഒരു ഇഷ്ടം കൂടുതലുണ്ട്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇത് പാടുമ്പോൾ എനിക്ക് ഒരു എനർജിയും ഒരു സന്തോഷമൊക്കെ വരാറുണ്ട്. കേൾക്കുന്നവർക്ക് അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. രജിത്തേട്ടൻ ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു മെലഡി ആണോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു മെലഡിയാണ്. ഇറ്റ്സ് കമ്പോസ് ബൈ അൽഫോൻസേട്ടനും ജോഫി തരകനുമാണ്. ജോഫി തരകൻ്റെ വരികൾ, അൽഫോൻസേട്ടൻ്റെ മ്യൂസിക്. ഇത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാവുന്ന പാട്ടാണ്. ആൻഡ് ഐ ഹോപ്പ് മോസ്റ്റ് ഓഫ് യു നോ വേർ ഐ എം ഗോയിങ് വിത്ത് ദിസ്. അപ്പോൾ നമുക്കിതിനൊരു ചെറിയൊരു ഹുക്ക് ലൈൻ ഉണ്ട്. ലെറ്റ്സ് ഓൾ ഡു ദാറ്റ് ടുഗെദർ. എന്നിട്ട് നമുക്ക് പാട്ടിലേക്ക് പോകാം. കുറച്ച് പേര് ഇപ്പോഴും ഒരു ഗ്രൂവിലേക്ക് ആവാത്ത പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് are you all ready to sing with me tonight? Yes. Can I have a little more? Yes, കുറച്ചുകൂടെ ഒരു ഉറക്കം കിട്ടുമോ? Are you all ready to sing with me tonight? That's more like it. All right. Okay. അപ്പോൾ പാടാനുള്ളത് വളരെ സിമ്പിൾ ആണ്. സംഗതികളൊന്നുമില്ല. നിങ്ങളൊന്ന് മനസ്സറിഞ്ഞ് പാടിയാൽ മാത്രം മതി. ഓക്കെ? അറിഞ്ഞില്ല. അടുത്തൊന്ന് ആഞ്ഞു പിടിച്ചോ. പിന്നല്ല. Are you ready? Let's go. അതല്ലേ സംഗീത ഓഫ് ദി UKക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഈ തവണ KCWAയുടെ കൂടെയാണ് സംഗീതമുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും എന്നെ ക്ഷണിച്ചതിൽ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ രണ്ട് സംഘടനയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നാട്ടിലെ ഓണം കഴിഞ്ഞെങ്കിലും ഇന്ന് നിങ്ങൾക്ക് ഇന്നാണ് ഓണം. അതുകൊണ്ട് ഇവിടെ ഇന്നത്തെ ഈ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടും അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടി ഞങ്ങളുടെ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കട്ടെ. ഇതുപോലെ നല്ലൊരു ഓർക്കസ്ട്രയുടെ കൂടെ പ്രത്യേകിച്ച് രജിത്ത് നാട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്. അദ്ദേഹം നമ്മൾ കേൾക്കുന്ന നിരവധി ഗാനങ്ങൾക്ക് കീബോർഡ് വായിച്ചിട്ടുള്ള വ്യക്തിയാണ്. കൂടാതെ ഇവിടെ നിന്നുള്ള പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളുടെ ഒപ്പം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗായിക ജ്യോത്സ്നയുടെയും ഗോകുലിൻ്റെയും കൂടെ ഈ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയ സന്തോഷമുണ്ട്, ഭാഗ്യമായി കരുതുന്നു. നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ആദ്യത്തെ ഗാനം ഞാൻ ഈ അടുത്ത കാലത്ത് പാടിയ
മാളികപ്പുറം എന്ന ചിത്രത്തിലെ ഗണപതി തുണയരുളുക എന്ന ഗാനമാണ്. ഗണപതി തുണയരുളുക താണുവണങ്ങാം, തകതിക്ക് തകതകിലടി പേട്ട തുടങ്ങാം. ഗണപതി തുണയരുളുക താണുവണങ്ങാം, തകതിക്ക് തകതകിലടി പേട്ട തുടങ്ങാം. പൻപുരി മേലേറി വരും നീഴകളെ കാത്തരുളും നായകനെ ശ്രീമണികണ്ഠ. മോഹിനിതൻ പൊന്മകനെ ശ്രീധരനും നന്ദനനെ ശരണം ഹരിഹരസുതനെ. അമ്പേന്തി കൊമ്പേന്തി ചായങ്ങൾ പൂശുന്ന അനുവാദം തന്നരുളണമേ. സ്വാമി പിതകത്തോം തോം അയ്യപ്പ പിതകത്തോം തോം, സ്വാമി പിതകത്തോം തോം അയ്യപ്പ പിതകത്തോം. അപ്പൊ ശരി, എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ച് കാർ പാർക്കിലോട്ട് പോവുകയാണ്. അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഗാനമേളയും തകർത്തു, നാടകവും ഡാൻസും ഒക്കെ അടിപൊളിയായിരുന്നു. കാർ പാർക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.